മക്കളെ DP, excuse me, 30. വായിക്കാം. A company had the best year ever. അങ്ങനെ പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ എക്കാലത്തെയും അടിപൊളി വർഷമാണ് ഇക്കൊല്ലം ആണത്തെ. അപ്പോൾ അവർക്ക് എത്ര സെയിൽസ് ഉണ്ടായിട്ടുണ്ട്? 45 ലക്ഷം രൂപ സെയിൽസും 9,50,000 രൂപ പ്രോഫിറ്റുമായി എക്കാലവും കമ്പനി കണ്ട ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള വർഷമാണത്തെ. സോറി. The balance sheet at the beginning of the year showed the asset. അപ്പോൾ ഏത് ബാലൻസ് ഷീറ്റാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്ന് എത്ര രൂപയാണ് അവരുടെ ഷോ ദ അസറ്റ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ വിത്ത് എ കോസ്റ്റ് ഓഫ് 200 lakh ആൻഡ് അക്യുമുലേറ്റഡ് 2 crore അല്ലെങ്കിൽ 200 lakh, ഞാൻ അങ്ങനെ വായിക്കുള്ളൂ. ആൻഡ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ദിസ് ഈസ് വെരി നൈസ് ക്വസ്റ്റ്യൻ. ഡു യു നോ വാട്ട് ഈസ് മീനിങ് ഓഫ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ? Normal depreciation is known as accumulated depreciation. ആണോ അല്ലേ? ആണോ അല്ലേ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ പറയുമ്പോൾ നോർമൽ ഡിപ്രീസിയേഷൻ തന്നെയാണോ? അല്ല. പ്രൊവിഷൻ ഇല്ലേ? പ്രൊവിഷൻ നോട്ട് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കൊല്ലത്തെ ഡിപ്രീസിയേഷനും ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷനും അങ്ങനെ 5 കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ഇങ്ങനെ കൂടി 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 വരുന്നതാണ് ഇത് അക്യുമുലേറ്റഡ്. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പോരെ 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 ഓക്കെ അല്ലേ? അടുത്തതായി നമ്മൾ പറയുന്നത് കമ്പനി ഡിഡിൻ ബൈ ആൻ അസറ്റ് ഡ്യൂറിങ് ദ ഇയർ. കമ്പനിക്ക് അഡീഷണൽ പർച്ചേസ് ഒന്നും വന്നിട്ടില്ല. ബട്ട് ഡിഡ് ഹാവ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. എത്രയാണ് ഇക്കൊല്ലത്തെ? എഴുതുക. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആണ് എത്രയാ? 10 lakh. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആണ് എത്രയാ? 10 lakh. കാൽക്കുലേറ്റ് ഏതാണ്? ROI. ആദ്യം അതാ പറഞ്ഞു. പിന്നെ അടിയിൽ എന്ത് പറയുന്നുണ്ട്? ROI ബൈ ഡിവൈഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഒരു നോട്ട് വരുന്നുണ്ട്. ROI കിട്ടിയില്ല. ഇനി അടിയിൽ എന്താ പറഞ്ഞത്? ROI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് എടുക്കൂലേ? ഏതിനെ കൊണ്ടാണ് എടുക്കുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയ എത്ര? 9,00,000 എത്ര? 50,000. നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏതിനെന്നാ പറയുന്നത്? ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. എന്താ എടുക്കേണ്ടത്? ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ. അപ്പോൾ 200 lakh എന്താണ്? ബുക്ക് വാല്യൂ ആണോ? അല്ല, അതെന്താണ്? കോസ്റ്റ് ആണ്. കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ്, പർച്ചേസ് ചെയ്ത. നമ്മൾ ഏതാ എടുക്കേണ്ടത്? ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ എത്ര വരാം? 200 lakh അല്ലേ? അതും ആവറേജ് എടുക്കാൻ പറയുന്നുണ്ട്. ഏതാ? ആവറേജ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പം എത്ര വരാം? 200 lakhൽ നിന്ന് എത്ര പോകണം? 50 അല്ല, ഓപ്പണിംഗ് ബുക്ക് വാല്യൂ എത്ര കാണും? ഓപ്പണിംഗ് ബുക്ക് വാല്യൂ കാണുമ്പോൾ എത്ര കുറയ്ക്കാം? 50 കുറയ്ക്കാം. അപ്പം എത്ര വരും? 1,50,000. 150 lakhs. ക്ലോസിങ്ങോ? ഇപ്പോൾ ഡിപ്രീസിയേഷൻ പഠിപ്പിക്കേണ്ടി വരും അല്ലേ? ആവറേജ് അസറ്റ് ആർ ദ സം ഓഫ് ദി ബുക്ക് ഓഫ് ഡിവൈഡഡ് ബൈ എത്രയാണ്? 2. അതൊന്നും അവർ പറയേണ്ട ആവശ്യം. നമുക്കറിയാമല്ലോ, ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ എത്ര അടിക്കും? 2 അടിക്കും. ദ ബുക്ക് വാല്യൂ ഈസ് കോസ്റ്റ് ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അതൊന്നും നമുക്കറിയില്ലേ? നിങ്ങൾ അത്ര അതം പതിച്ചവരാണോ? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറച്ചിട്ട്. ഓക്കെ അല്ലേ? ഒന്നും മനസ്സിലായില്ലല്ലോ? വാ കമോ. DP ഏതാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? സന്തോഷം. DP 30 ശ്രദ്ധിച്ചിരുന്നു. എന്താ കാണാൻ പറഞ്ഞുള്ളത്? ബേസ് പോയിന്റ് എന്ന് എടുക്കുക. ഏതാ? ROI. എന്താ ഫുൾ ഫോം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഗ്രേറ്റ്. ഫുൾ ഫോം ഇക്വേഷൻ എന്താ? ഇവിടെ എന്തെന്ന പ്രോഫിറ്റ് എന്ന് എന്താ? അങ്ങനെ അനുസരിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാ. അപ്പം അങ്ങനെ തന്നെ എഴുതാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ബുക്ക് വാല്യൂ. ഉണ്ട് ആ ക്വസ്റ്റ്യൻ അടിയിൽ തന്ന ഇതുമായി കാൽക്കുലേറ്റ്. ROI ബൈ ഡിവൈഡിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആവറേജ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ ആവറേജ് എഴുതേണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ബുക്ക് വാല്യൂ ഓഫ് ഏതാണ്? അസറ്റ് ഇൻറ്റു 100 കൊടുക്കണം.
ഇതിലിപ്പോൾ എഴുതാൻ പറ്റുന്ന സാധനം ഏതാണ്? 9,50,000 എഴുതാം. ഇനി എന്ത് എഴുതണം? ആവറേജ് ബുക്ക് വാല്യൂ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. 2 ലൈൻ വിടാം. ഓക്കെ അല്ലേ? ഇന്റർപ്രിട്ടേഷൻ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാ? എന്തെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. ചായ മാറ്റാം. കുറേ കളർ എടുക്കണം എന്നുണ്ട്, പക്ഷെ ചില കളറുകൾ എടുത്താൽ ഇതിൽ എന്ത് ചെയ്യുള്ളൂ? കാണുള്ളൂ. അതാ പ്രശ്നം. ഓക്കെ അല്ലേ? ഈ ലൈറ്റ് ആരട്ടെ. റെക്കോർഡിംഗ് ആണ്, ഒന്നും പറയാനും പറ്റില്ല. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. എന്ത് കാണണം? ആവറേജ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ്. പറഞ്ഞ എങ്ങനെ കാണാം? ആവറേജ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബുക്ക് വാല്യൂ പ്ലസ് ക്ലോസിംഗ് ബുക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ 2. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. ഏതാ? ഓപ്പണിംഗ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ്. എത്രയാണ് ഓപ്പണിംഗ് ബുക്ക് വാല്യൂ? എങ്ങനെ? വേണ്ട, ഒറിജിനൽ കോസ്റ്റ് അല്ലേ, മൈനസ് ഏതാണ്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഓപ്പണിങ്ങിലാട്ടാ. ഓപ്പണിങ്ങിൽ എത്ര ഉണ്ടായിരുന്നു? 200 lakhs മൈനസ് എത്രയായിരുന്നു? 50 lakhs. അങ്ങനെ എത്ര വരും? 150 ലക്ഷം. മുകളിലുണ്ട് ഇടാം. 150 ലക്ഷം പ്ലസ് ഡിവൈഡ് ബൈ 2 ഇടാം അല്ലേ. പ്ലസ് ഏതാ? അടുത്ത ഏതാ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. എന്ത് കാണണം? ക്ലോസിംഗ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ്. അങ്ങനെ പറഞ്ഞാൽ ഇത് ജാനുവരിയിലാണെങ്കിൽ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ജാനുവരി 1 എത്ര ഉണ്ടായിരുന്നു അസെറ്റിൻ്റെ വാല്യൂ? 200 lakh അല്ലേ. അതിന് എത്ര പോയി? 50. അത് കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിലൊക്കെ അതേ പറയുന്നു. ഈ ബാലൻസ് ഷീറ്റ് ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുക? അസെറ്റ് സൈഡിൽ എന്ത് കാണിക്കും? ഒറിജിനൽ കോസ്റ്റ് ഇന്നർ കോളത്തിൽ 200 lakh മൈനസ് ഏതാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയാ? 50 lakh. അങ്ങനെ ഔട്ടർ കോളത്തിൽ എത്ര ഉണ്ടാവും? 150 lakh ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ 150 തന്നില്ല, നമ്മളത് എന്ത് ചെയ്തു? ബുക്ക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത തവണ 150 lakh എടുത്താൽ മതി അല്ലേ. 150 lakhൽ നിന്നും അക്കൊല്ലത്തെ എന്ത് ലെസ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്താൽ മതി. എത്രയാണ്? 10 lakh. അപ്പോൾ എത്ര വരും? 140 lakhs. പക്ഷെ ഇത് ശരിക്കും ഇങ്ങനെ അല്ല ചെയ്യാം. ശരിക്കും ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാ? ശരിക്കും ചെയ്യുന്നത് പറഞ്ഞുതരാം. ഒരിക്കലും ഒറിജിനൽ കോസ്റ്റ് മാറില്ല, പക്ഷെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടാണ് അക്യുമുലേറ്റ്. പ്രൊവിഷനുകൾ കൂടി വരും. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അങ്ങനെയാണ്. അപ്പോൾ ആ പ്രൊവിഷൻ വീണ്ടും അടുത്ത കൊല്ലം എന്ത് ചെയ്യും? എൻട്രി എന്തെന്നെ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. P&L അക്കൗണ്ട് അപ്റ്റഡ് ടു ഏതാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കൂടി വരും. അപ്പോൾ ഒരിക്കലും ഈ 2 ലക്ഷം അവിടെ തന്നെ അതുപോലെ ഉണ്ടാവും. 200 lakh. 2 ലക്ഷം അല്ല, 200 lakh മൈനസ് ഏതാ? ഡിപ്രീസിയേഷൻ്റെ കഥ എങ്ങനെയാ? മുന്നേ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ കൊല്ലം എത്ര ഉണ്ടായിരുന്നത്? 50 lakh ആണ്. പ്ലസ് ഇക്കൊല്ലം എത്ര ഉണ്ട്? ഒരു 10 ലക്ഷം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 60 lakhs വരും അല്ലേ. 0 കൂടണമെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര? 140 lakhs വരും. ഓക്കെ അല്ലേ? യെസ്. മുകളിൽ കൊണ്ട് ഇടാം അല്ലേ. 140 lakhs എത്ര വരും? 150 lakh പ്ലസ് 140 lakh ഡിവൈഡ് ബൈ 2. 145 lakhs. മുകളിലുണ്ട് ഇടാം അല്ലേ. 145 lakhs ഇൻറ്റു ഏതാണ്? 100. എത്ര വരും? 6.5%. 5 കറക്റ്റ്? 5 ഇടാം. ഓക്കെ അല്ലേ? ചെയ്തൂടെ? With this we finished this particular concept known as divisional performance measurement. എന്തൊക്കെയായാലും പഠിച്ച് ROI പഠിച്ചു. ROI വെച്ച് വിവിധങ്ങളായ തരത്തിൽ എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യാം.